നമസ്കാരം. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വികാരി മാർ ജോസഫ് പാമ്പ്ളാനി പിതാവും എന്തുകൊണ്ട് അസാധാരണമാംവിധം വിമർശിക്കപ്പെടുന്നു? അവർ വഹിക്കുന്ന സർവാദരണീയമായ പദവിയോടും അവരെ അജഗണങ്ങളുടെ ഇടയന്മാരായി നിയോഗിച്ച സഭയോടും അവർ കാട്ടുന്ന അവിശ്വസ്തതയും കൂറില്ലാത്ത പെരുമാറ്റവും നിമിത്തമാണെന്ന് കടുത്ത ആരോപണവും ആക്ഷേപവും അവഗണിച്ച് കളയാവുന്നതാണോ? വചന പ്രഘോഷണത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെടുന്ന ഇടയ ശ്രേഷ്ഠന്മാർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടേണ്ടവരാണെന്ന് വിശുദ്ധ പൗലോസ് സ്ലീഹായുടെ ഉദ്ബോധനമുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ച് അജഗണങ്ങൾ അവരുടെ ഇടയ ശ്രേഷ്ഠർക്കെതിരെ രോക്ഷാകുലരാകുന്നത് അടിസ്ഥാനമില്ലാതെയാണെന്ന് പറയാൻ കഴിയില്ല. തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ പരിപാലിക്കേണ്ടിടത്ത് ദൈവത്തെ പ്രതി സന്മനസ്സോടെയും ലാഭേച്ഛ കൂടാതെയും തീക്ഷ്ണതയോടെയും അവരുടെ മേൽ ആധിപത്യം ചുമത്താതെയും സന്മാതൃക നൽകിക്കൊണ്ടുമായിരിക്കണമെന്ന വിശുദ്ധ പത്രോസ് സ്ലീഹായുടെ ഉപദേശം പിതാക്കന്മാരെ നിങ്ങൾ എന്തെങ്കിലും ധ്യാന വിഷയമാക്കിയിട്ടുണ്ടോ? അജഗണങ്ങൾക്കിടയിൽ വിഭാഗീയത വളർത്തി അവരെ തെരുവിലിറക്കി പരസ്പരം ആക്രോശിച്ച് പോരടിക്കുവാൻ നിർബന്ധിതമാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്കോ സഭാസിനഡിനോ കഴിയുമോ? ഒരേ അൾത്താരയിൽ രണ്ട് രീതിയിലുള്ള ബലിയർപ്പണത്തിനുള്ള സാഹചര്യം ഒരുക്കുക വഴി ഭിന്നതയുടെ വിത്ത് പാവുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ആഗോള സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പയോടും സഭാസിനഡിനോടും വിധേയത്വവും കൂറും പുലർത്തിക്കൊണ്ട് സഭയുടെ അച്ചടക്ക നിയമങ്ങളെ അവലംബിച്ചുകൊണ്ടും വ്യക്തി താല്പര്യങ്ങളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ടും ഉചിതവും ശ്രേഷ്ഠവുമായ നടപടികൾ കൈക്കൊള്ളേണ്ടതിന് പകരം സഭയുടെ കെട്ടുറപ്പിനെയും സൽപ്പേരിനെയും കളങ്കപ്പെടുത്തിയും ദുർബലപ്പെടുത്തിയും ഗുണ്ടായിസം കാണിച്ചും ഭീഷണി മുഴക്കി മുന്നേറുന്ന സഭാസ്നേഹികളല്ലാത്തവരുമായി ഒത്തുചേർന്നുകൊണ്ട് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നു? സഭാസിനഡ് ആവശ്യപ്പെട്ട പ്രകാരമല്ലേ പരിശുദ്ധ സിംഹാസനം മാർ സിറിൽ വാസിൽ പിതാവിനെ പേപ്പൽ ഡെലിഗേറ്റായി നിയമിച്ചത്? സഭയുടെ ചട്ടങ്ങൾക്കും അനുസൃതമായി അദ്ദേഹം ശക്തമായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയവരോടും അദ്ദേഹത്തിന് നേരെ കുപ്പിയെറിഞ്ഞ് ആട്ടിപ്പായിക്കാനും അധിക്ഷേപിക്കാനും ശ്രമിച്ചവരോടും കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് മടക്കി അയച്ചു. പിന്നെയും പ്രശ്നം പരിഹരിക്കാതെ രൂക്ഷമായി തുടരുകയല്ലേ ചെയ്തത്? മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതൊഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന വത്തിക്കാനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചെങ്കിലും വീണ്ടും പ്രശ്നം ആളിക്കത്തി പടരുകയുണ്ടായത്. ഗത്യന്തരമില്ലാതെ വത്തിക്കാൻ സ്വമേധയാ ഭാരതീയനായ ഒരു പേപ്പൽ ഡെലിഗേറ്റിനെ നിയമിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്തിന് അതിന് തടയണ തീർത്തു? ഇവിടെ ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കിക്കൊള്ളാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടല്ലേ നിങ്ങൾ വത്തിക്കാനെ പരാജയപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് അക്കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. സഭയോടുള്ള വിധേയത്വവും കൂറും പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ചില സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ അങ്ങനെ ചെയ്തത്? വർഗസ്നേഹത്തിന്റെ പേരിൽ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പോരാട്ടം തീർത്തും അപഹാസ്യകരമായി വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? നിയമവിരുദ്ധമായി വിളിച്ചുകൂട്ടിയ വൈദിക യോഗത്തിൽ നിയമവിധേയമായി പങ്കെടുത്തയാളെ അധികാരത്തിന്റെ ആധിപത്യം മുഷ്ടി ചുരുട്ടി പുറത്താക്കിയത് നിങ്ങളുടെ ആത്മീയാചാര്യ പദവിക്ക് തീരാ കളങ്കമായില്ലേ? പൗരസ്ത്യ തിരുസംഘാധ്യക്ഷനെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ച് സംസാരിച്ച വൈദികനെ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ അനൗചിത്യം എന്തേ തിരിച്ചറിയാതെ പോയത്? നിങ്ങൾ തന്നെ ആലോചിച്ച് രൂപം കൊടുത്ത് ഔദ്യോഗികമായി നിയമിച്ച സ്പെഷ്യൽ ട്രിബ്യൂണൽ തങ്ങളുടെ പരിഗണനയ്ക്ക് മുമ്പിൽ വന്നുപെട്ട എറണാകുളം ബസിലിക്കയിലെ സസ്പെൻഷനിൽ കഴിയുന്ന ഫാദർ വർഗീസ് മണവാളിനെതിരെയുള്ള കേസിൽ നടത്തിയ വിധിയെ അംഗീകരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കാതെ ട്രിബ്യൂണലിനെ തന്നെ പിരിച്ചുവിടാനുള്ള വിമത വൈദികരുടെ ആവശ്യത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വൈദിക യോഗത്തിൽ സംസാരിച്ച മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാതെ മൗനം തുടർന്ന മേജർ ആർച്ച് ബിഷപ്പ് ആർക്കു വേണ്ടി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ നേതൃത്വത്തിന്റെ അപക്വമായ നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തിയില്ലെങ്കിൽ സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ തീർച്ചയായും ദൈവകോപത്തിനിരയാകും തീർച്ച. നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്രവാചക വ്യക്തിത്വം മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വം സടകുടഞ്ഞ് എഴുന്നേറ്റ് പ്രതികരിക്കട്ടെ. ഒന്നെങ്കിൽ എറണാകുളത്തിന്റെ ഭരണം വത്തിക്കാന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ സിനഡിനെ കൊണ്ട് പരിഹരിക്കാനാവാത്ത ആരാധനാക്രമ വിഷയം വത്തിക്കാനെ തിരിച്ചേൽപ്പിച്ച അവകാശവാദം ഉപേക്ഷിച്ചു കളയുക. വേലി തന്നെ വിളവ് തിന്നുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് സീറോ മലബാർ സഭയെ സംരക്ഷിച്ചു നിർത്തുക.